ഫോട്ടോ ഉണ്ട്, അതോടൊപ്പം തന്നെ പ്രതിമയുണ്ട്. ഇതിൻ്റെ ഒന്നും തെറ്റും ശരിയല്ല കേട്ടോ നമ്മളിവിടെ പറയുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്ദിലാണ് ഇപ്പോൾ ഉള്ളത്. സമർക്കന്ദിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശന കേന്ദ്രമാണ്. ആ സന്ദർശന കേന്ദ്രത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുവായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഖുസാം ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതായത് പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെപ്പോലെ എൻ്റെ രൂപസാദൃശ്യവും സ്വഭാവമൊക്കെ ഉള്ള വ്യക്തിയാണ് എന്ന്. അദ്ദേഹത്തെ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ഉസ്ബെക്കിസ്ഥാനിലേക്ക് പറഞ്ഞയച്ച് ഇവിടെ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഖബർ ആണ് ഇവിടെയുള്ളത്. പക്ഷേ ഇത് പല ആളുകളും കണ്ടിട്ടുണ്ടാവും. ഇതിനേക്കാൾ പ്രധാനം പ്രധാനമല്ല, ഇതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ മറ്റുള്ള ആളുകളുടെ ഖബറുകളാണ്. ഇത് കണ്ടില്ലേ, മുസ്ലിങ്ങളുടെ തന്നെ ഖബറുകളാണ്. ഈ ഖബറിലൊക്കെ അവരുടെ പേര്, ഫോട്ടോ, ജനിച്ച തീയതി, മരിച്ച തീയതി ഇത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇത് ഒന്നും രണ്ടൊന്നുമല്ല, കുറേ അവർ മരിച്ച ഇവിടൊക്കെ ലത്തീഫ് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് കണ്ടില്ലേ. ഈ രൂപത്തിൽ ഒരുപാട് പിന്നെ ഖബറുകൾ ഇവിടെ കാണും. ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ഖബറുകൾ. അതായത് ഫോട്ടോകൾ വെച്ചിട്ടുള്ള ഖബറുകൾ, മീസാൻ കല്ലിൽ ഫോട്ടോകൾ. ഈ കാണുന്ന ഇവർ വളരെ ദൂരമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ കാണാം. ഇങ്ങനെ ഇതേണ്ടില്ലേ, ഇത് നോക്കൂ. ഇതാ അവരുടെ പേര്, ഫോട്ടോ, ആ വീട്ടിലെ ഉമ്മ, വാപ്പ, സഹോദരന്മാരൊക്കെ ഇതാണ്ട. അങ്ങനെ പോയിട്ട് വളരെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഇത് ഒരുപാട് കാണിക്കാൻ, നൂറുകണക്കിന് ഖബറുകൾ ഇത് രൂപത്തിൽ കാണിക്കാനുണ്ട്. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന്. ഇവിടെയൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. എല്ലാം ഫോട്ടോ വെച്ചിട്ടുള്ള ചെറിയൊരു കുട്ടിയുടെ ഫോട്ടോയും പേരും ഒക്കെ. 82 ജനിച്ച് 8 വയസ്സായി, നേരത്തെ 94 മരിച്ചു, 12 വയസ്സായ കുട്ടിയുടെ. ഇങ്ങനെ ഇവിടെയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ഖബറുകളൊക്കെ മറ്റുമൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ച് തന്നു എന്നുള്ളൂ. എൻ്റെ കൂടെ ഉള്ളത് ലത്തീഫാണ്, PP ലത്തീഫ്, കണ്ണമംഗലത്തേരനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇത് മാത്രമല്ല കേട്ടോ. ഇതിനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അമീർ തിമൂർ എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു ഖബർ ഇവിടെ ഉണ്ട്. നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. അതുണ്ടല്ലേ.